നമസ്കാരം. ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം ഇടിഞ്ഞു വീണ് രോഗിയുടെ കൂട്ടിരിപ്പുകാരിയായ അമ്മ ബിന്ദു മരണപ്പെട്ട സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനവുമായി PV അൻവർ രംഗത്ത്. ഈ മനുഷ്യരെ മുഴുവൻ കൊലക്ക് കൊടുത്തിട്ട് മുഖ്യമന്ത്രിക്ക് അമേരിക്കക്ക് പോകുന്നുവെന്ന് അൻവർ വിമർശിച്ചു. പിണറായിയുടെ അമേരിക്കൻ യാത്ര തടയാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വമെങ്കിലും പ്രതിപക്ഷം കാണിക്കണമെന്നും അൻവർ ആവശ്യപ്പെട്ടിരുന്നു. മുഖ്യമന്ത്രിയെ വിമാനത്താവളത്തിലേക്കും കയറ്റിവിടരുത്. പ്രതിപക്ഷം മുഖ്യമന്ത്രിയുടെ കുത്തിനി പിടിച്ച് നിർത്തണം. എയർപോർട്ടിൽ കയറാൻ സമ്മതിക്കാതെ പ്രതിപക്ഷം തടയണം. അതിന് സാധിക്കുമോ എന്നും അൻവർ പ്രതിപക്ഷത്തോടെ ചോദിച്ചു. പ്രതികരിക്കേണ്ടവർ പ്രതികരിക്കുന്നില്ല എന്ന വിമർശനവും ഉന്നയിച്ചു. കെട്ടിടം തകർന്ന് രോഗി മരിക്കുമ്പോഴും പിണറായി വീമ്പ് പറയുകയാണ്. കേരളത്തിലല്ലേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ആശുപത്രികൾ ഉള്ളത് എന്നും അൻവർ ചോദിച്ചു. കൊടിയേരി മരിച്ചപ്പോൾ ധൃതിയിൽ സംസ്കാര ചടങ്ങുകൾ നടത്തി നാടുവിട്ട ആളാണ് മുഖ്യമന്ത്രി. അതിപ്പോഴും അങ്ങനെ തന്നെ. എന്ത് തോന്നിവാസവും കേരളത്തിൽ നടത്താലോ, ചോദിക്കാൻ ആളില്ല എന്നാണ് അൻവർ വിമർശിച്ചു. പിണറായിസത്തിൻ്റെയും മരുമോനിസത്തിൻ്റെയും ആഫ്റ്റർ ഇഫക്റ്റാണ് കേരളത്തിൽ ഇപ്പോൾ കാണുന്നത്. CPM മുതിർന്ന നേതാവായ P ജയരാജന് പോലും മാറ്റി പറയേണ്ടി വന്നെന്ന് അൻവർ ചൂണ്ടിക്കാട്ടി. RSSകാരനായ ഒരാളെ DGP ആക്കിയിട്ടും ഇവരെ ആരും ചോദിക്കാനില്ലെന്നും തൃണമൂൽ നേതാവ് വിമർശിച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റിൽ മത്സരിക്കുമെന്നും അൻവർ വ്യക്തമാക്കി. ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ചർച്ചയ്ക്കില്ല, പ്രാദേശിക കൂട്ടായ്മകളുമായി സഹകരിച്ചാകും തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നും തൃണമൂൽ നേതാവ് വിവരിച്ചു. ഈ സർക്കാരിന് കീഴിൽ സാധാരണക്കാരായ ആളുകൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നു. കൂടുതൽ ആളുകളെ പാർട്ടിയിലേക്ക് ആകർഷിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയെയും വാതിൽ മുട്ടാൻ ഇനി ഞാനില്ല. പഞ്ചായത്തുകളിൽ സാമൂഹ്യ സംഘടനകളുമായി യോജിച്ച് മത്സരിക്കുമെന്നും PV അൻവർ വിവരിച്ചു. നേരത്തെ കോട്ടയം മെഡിക്കൽ കോളേജ് ദുരന്തത്തിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായതുപോലെയുള്ള ഭാഗ്യകരവും വേദനാജനകവുമായ അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും സർക്കാർ ശക്തിപ്പെടുത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മരണപ്പെട്ട ബിന്ദുവിന്റെ കുടുംബാംഗങ്ങൾക്ക് ഉചിതമായ സഹായം നൽകും. അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. സർക്കാരിന്റെ സഹായങ്ങളും പിന്തുണയും അവർക്കുണ്ടാകും. ആരോഗ്യ മേഖലയെ കൂടുതൽ കരുത്തോടെ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും മുഖ്യമന്ത്രി എവിടെ പറഞ്ഞു. വാർത്താക്കുറിപ്പിലൂടെയാണ് മുഖ്യമന്ത്രി ഇക്കാര്യമൊക്കെ പറഞ്ഞത്.